മാസങ്ങളായി ഈ ആനകെട്ടി റോഡിൻ്റെ പണി ആരംഭിച്ചിട്ട് മാസങ്ങളായിട്ട് എത്രയോ ആളുകൾ വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റോഡിലൂടെ പോകുമ്പോൾ. ആദ്യഘട്ടം പണി ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പറഞ്ഞു ഈ പണിയിൽ വലിയ അപാകതയുണ്ട്, ഇത് കൃത്യമായി നടപ്പിലാകുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് കരാറുകാരായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ പണി ഞങ്ങൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഈ പണി പൂർത്തിയാക്കാതെ മാസത്തിലൊരിക്കൽ 2-3 ആളുകളെ പണിക്ക് വിട്ട് ഇവിടെ പണി എടുക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും ബോധിപ്പിക്കുക എന്നല്ലാതെ ഒരു പണി പോലും എടുക്കാതെ ഇതിൻ്റെ കരാറുകാർ ഇത്തരത്തിൽ ഈ റോഡ് മോശമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം അട്ടപ്പാടിയിൽ നിന്ന് ദിനം പ്രതി മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിയിലേക്കും അട്ടപ്പാടിയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്കും 100 കണക്കിന് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ 100 കണക്കിന് യാത്രക്കാരാണ് ബസ്സിലും വാഹനങ്ങളിലുമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ മണ്ണാർക്കാട് ചെക്ക് പോസ്റ്റ് മുതൽ അട്ടപ്പാടി റോഡ് എത്തുന്നത് വരെ ഈ കുഴിയിലും കുണ്ടിലും പെട്ടുകൊണ്ട് പല വയസ്സായ ആളുകൾക്കും ഇടുപ്പിന് കേട് സംഭവിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ നിന്നു പോകുമ്പോൾ അവർക്ക് വലിയ പ്രയാസം അവരനുഭവിക്കുകയാണ്. നമ്മൾ റോഡ് തടഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ഇത്തരത്തിലൊരു സമരം. പക്ഷേ ഈ റോഡ് തടഞ്ഞ് അധികാരികളുടെ മുമ്പിൽ ഈ റോഡിൻ്റെ വിഷയം എത്തിച്ചില്ലെങ്കിൽ ഇനിയും വർഷങ്ങളോളം ഈ പണി നീണ്ടു കിടക്കും. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കും. അട്ടപ്പാടിയിൽ നിന്നൊരു രോഗിക്ക് ഒരു പ്രയാസമുണ്ടായാൽ ആംബുലൻസ് വഴി മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ കുഴിയിൽപ്പെട്ട് ആ രോഗി ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഉണ്ടായ രോഗത്തിനേക്കാൾ വലിയ രോഗം അവർക്കുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞത്. ഞങ്ങൾ കരാറുകാരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അവർ പറഞ്ഞത് വളരെ പെട്ടെന്ന് പണി തീർക്കുമെന്നാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പറഞ്ഞത്. ഒരാഴ്ചയായിട്ടും പണി തീർത്തിട്ടില്ല, പണി തുടങ്ങിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ കുണ്ടും കുഴിയും ഒന്ന് തൂർക്കാൻ കുറച്ച് ജെല്ലിയോ മണ്ണോ മെറ്റലോ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത ഒരു സർക്കാരും ആ സർക്കാരിൻ്റെ കീഴിൽ കരാറെടുക്കുന്ന ആളുകൾക്കുമെതിരെ ശക്തമായ സമരത്തിൻ്റെ സൂചനയാണിത്. ഈ സൂചന കൊണ്ട് അടിയന്തരമായി ഈ കുണ്ടും കുഴിയും തൂർത്തില്ലെങ്കിൽ ശക്തമായ സമരത്തിന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട്ടങ്ങാടിയിൽ നേതൃത്വം നൽകുമെന്നാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. ഇപ്പോഴും വീണ്ടും ഞങ്ങളൊരു കാര്യം കൂടി പറയുന്നു. ഈ റോഡിനകത്ത് അഴിമതിയുണ്ട്. ഈ റോഡിനകത്ത് നേരാക്കാത്തതിൽ വലിയ അപായമുണ്ട്. നാട്ടുകാർക്ക് പ്രയാസമുണ്ട്, പ്രതിസന്ധിയുണ്ട്. ഈ പണിയെടുക്കുന്ന കരാറുകാർ കൃത്യസമയത്ത് ഇവിടെ എത്തുന്നില്ല. അതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് ഇവിടെ എത്തുന്നില്ല. അതുമായി ബന്ധപ്പെട്ട പണിക്കാർ ഇവിടെ വരുന്നില്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ അവരുടെ ഓഫീസ് ഞങ്ങൾക്കറിയാം, കരാറെടുത്ത ആളുകളുടെ ഓഫീസ് അറിയാം, അതിൻ്റെ മാനേജ്മെന്റിന് അറിയാം. ഞങ്ങൾ അവിടെ ചെല്ലും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ പണിയെടുക്കണമെന്ന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ സമരം ഒരു സൂചനയാണ്. ഈ സൂചന കൊണ്ട് അവർ പഠിച്ച് ഇതിന് പരിഹാരമുണ്ടാക്കിയിട്ടില്ലെങ്കിൽ രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഒരുമിച്ചിറങ്ങി ഒരു ദിവസം മുഴുവൻ ഈ റോഡ് തടയാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് അവരോട് പറയുന്നു. അധികാരികളോട് ഒരു കാര്യം പറയുന്നു. അധികാരികൾ വേണ്ടത്ര ശ്രദ്ധ ഇതിൽ ചെലുത്തുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മഴക്കാലമാണ്, കൂടുതൽ ആളുകൾ പോകുന്ന റോഡാണ്. ആ പ്രതിസന്ധി മറികടക്കാൻ എന്തെങ്കിലും ഒരു പണി എടുക്കാൻ പോലും അധികാരികൾക്ക് കഴിയില്ല. അല്ലെങ്കിൽ അധികാരികൾ തുറന്നു പറയണം ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന്. ഇവിടുത്തെ സർക്കാരിനെ പ്രതികരിക്കുന്ന അധികാരികൾ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് ഇവിടെ വെച്ച് പറയാൻ ഞങ്ങൾക്കറിയാം. ഇതിൻ്റെ മാനേജ്മെന്റിനെ വിളിക്കാനറിയാം, കരാറുകാരെ വിളിക്കാനറിയാം. പറയുന്നത് പോലെ ഈ ആനകെട്ടി റോഡിൻ്റെ പണിയെടുപ്പിക്കാൻ ഞങ്ങൾക്കറിയും. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കരാറുകാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തയ്യാറാകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഈ സമരത്തിന് നേതൃത്വം നൽകിയ മണ്ണാർക്കാട് യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി കമ്മിറ്റിയെയും അതിൻ്റെ ഭാരവാഹികളെയും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും പ്രസംഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സമരം
വിഷയം ഉണ്ടാക്കരുത്. 5 മിനിറ്റ് സംസാരിച്ച് ഒഴിവാക്കേണ്ട കേസ് വെറുതെ ആവശ്യമില്ല. യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകര് വളരെ മാന്യമായിട്ടൊരു സമരം ചെയ്തു. ആ സമയത്ത് പോലീസുകാരെല്ലാം മാന്യന്മാരാണെന്ന് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ദേഹത്ത് കൈവച്ചാൽ അത് നോക്കിയിരിക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.